ഞാനൊന്ന് കണ്ടോട്ടെ. എന്താ ഇത്ര കാണാൻ പുതിയതായി? അല്ല, നിന്റെ അമ്മ പറഞ്ഞു നീ അങ്ങ് വളർന്നു പോയെന്ന്. കണ്ടിട്ട് എന്തു തോന്നുന്നു? നിന്റെ അമ്മ പറഞ്ഞ ശരി തന്നെ. എന്നെ ഇത്രയും നാൾ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഈ നിസ്സാര കാര്യം മനസ്സിലാക്കാൻ മമ്മി പറഞ്ഞു തന്നാലേ പറ്റൂ, അല്ലേ? ശരിയാ, കുറ്റം എന്റേത് തന്നെ. പക്ഷെ ഗോപിക്ക് തെറ്റ് ഒരിക്കലേ പറ്റൂ, ഇനിയും പറ്റില്ല. അപ്പോൾ കണ്ടു ബോധ്യപ്പെട്ടില്ലേ? ഇനി പ്ലീസ് ഗോ ഔട്ട്. No, I'll stay. Then I'll go. No. ഈ കവളത്തൂടെ. Sweet little bird. അമ്മ കുറ്റക്കാരിയല്ല, ഞാനാണ് ചെയ്തത്. അമ്മ കുറ്റക്കാരിയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ നീ എന്താ എടുത്തു പറഞ്ഞത്? അത് അത് അതെ അച്ഛാ, അത് ഞാനാണ് ചെയ്തത്. വിസിറ്റിംഗ് സമയം കഴിഞ്ഞു, കുട്ടി പോയിക്കോളൂ. അച്ഛന്റെ ഭാര്യ എങ്ങനെയാ? അച്ഛനെ നല്ലപോലെ സ്നേഹിക്കുന്ന സ്ത്രീയല്ലേ? എനിക്കറിയാം. ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. കേശവനോ? അത് സാരമില്ല. കേശവ, കേശവ. രതികുഞ്ഞ് വിളിച്ചു എന്നൊരു തോന്നല്. തോന്നലല്ല, വിളിച്ചു. കേശവ. അതെ, ഞാൻ കേശവൻ തന്നെ. മിനി ഇതുവരെ വന്നിട്ടില്ല. കേശവനും അത് തോന്നാതിരുന്നില്ല. വരേണ്ട സമയം കഴിഞ്ഞ് 2 മണിക്കൂറായി. 2 മണിക്കൂറോ? ദാ വരുന്നല്ലോ കുഞ്ഞ്. നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഒന്നും ഒളിക്കാനില്ല, സത്യം പറഞ്ഞു. പോന്നിട്ട് എവിടെയായിരുന്നു എന്നാ ചോദിച്ചത്. വീട്ടിലേക്ക് പോന്നു. കള്ളം, പച്ചക്കള്ളം. സത്യം പറയടി. നീ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പ് ആര് വാങ്ങി തന്നതാണ്? ഗോപിയേട്ടൻ. നിന്റെ ഒരു ഗോപിയേട്ടൻ അവൻ വാങ്ങിത്തരുന്ന ഉടുപ്പ് നീ ഇടുന്നില്ലടി. എന്റെ അച്ഛൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ മമ്മി എന്നെ ഇങ്ങനെ തല്ലില്ലായിരുന്നു. കുട്ടി ഭയപ്പെടണ്ട, കുട്ടിയെ രക്ഷിക്കാനല്ലേ അച്ഛൻ വന്നിരിക്കുന്നത്. മറ്റന്നാൾ കേസ് വിചാരണയാണ്. ഈ ഭീഷണിക്കത്തിൽ പറയുന്നത് പോലെ ഗോപിക്ക് എഴുതിയെന്ന് പറയുന്ന ഈ എഴുത്ത് കോർട്ടിൽ വന്നാൽ ആകെ കുഴങ്ങും. അതിനിപ്പോ എന്താണൊരു വഴി? അവരെ ആവശ്യപ്പെടുന്ന സംഖ്യ കൊടുത്ത് ആ എഴുത്ത് വാങ്ങാൻ പറയാനും വയ്യ, പോലീസിൽ അറിയിക്കാനും വയ്യ. അതാണ് എന്റെ ധർമ്മസംഘം. ഇത് രണ്ടുമല്ലെങ്കിൽ പിന്നെന്താ മാർഗം?
വേണ്ടാത്ത തോന്നിവാസങ്ങളെല്ലാം കാണിക്കുമ്പം ഓർക്കണം, ഈ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. ഈ കത്തെഴുതിയ ആള് അങ്ങ് മരിച്ചുപോയാലോ? എന്താണ് നിന്റെ ഉദ്ദേശം? ഒന്നുമില്ല. പറയൂ. ഞാൻ പോരുമ്പോ മുരളിയായിരുന്നല്ലോ രതിയുടെ എല്ലാം. എന്നിട്ട് എന്ത് സംഭവിച്ചു? താലി കിട്ടിയ രാജനെ ആട്ടിപ്പുറത്താക്കിയ രതിക്ക് എന്നെ പറഞ്ഞുവിടാൻ ഒരു പ്രയാസം ഉണ്ടാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. മുമ്പൊരിക്കൽ ഞാൻ രതിയോട് പറഞ്ഞുണ്ട്, രതിക്ക് രതിയെ മാത്രമേ സ്നേഹിക്കാൻ പറ്റുമെന്ന്. രതി എന്നോട് കാണിച്ച സ്നേഹം വെറുതെയായിരുന്നു. കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിനോട് രതിക്ക് സ്നേഹമില്ല. ആ പാവം ഭർത്താവിനെ വഞ്ചിക്കാൻ കൂട്ടുന്നതിൽ ഞാൻ ദുഃഖിക്കുകയാണ്. ഗോപിയോടും വേണുവിനോടും രതി കാണിച്ച സ്നേഹം കാരണമാണെന്ന് എനിക്കറിയാം. രതി ഒരു ഞരമ്പ് രോഗിയാണ്. കാലം കഴിയുന്തോറും രതിയുടെ ഭ്രാന്ത് കൂടുകയാണ്. മതി, ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? ഇത് മാത്രമല്ല, ഇനി ഒന്നുകൂടി പറയാനുണ്ട്. Now you are an old woman. ഞാൻ വിചാരിച്ചാൽ എത്രയോ നല്ല ചെറുപ്പക്കാരികളായ കലാകാരികളെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. I will show you. രതി എന്നെ ഇറക്കി വിടുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങിപ്പോകും. എനിക്ക് വന്നൊരു കത്തായത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ അറിയാവുന്ന ആരെങ്കിലും മുരളിക്ക് സംശയമുണ്ടോ? ഗോപിയുടെ ബന്ധത്തിൽ ഒരു റൗഡിയുണ്ട്, എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. ഗോപിക്കെഴുതിയ എഴുത്തുകൾ അയാൾ കൈക്കലാക്കിയിരിക്കുന്നു. ഫോൺ ചെയ്ത് അറിയിക്കേണ്ട 2 പാർട്ടിയെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ മുൻകരുതലുകളും ഞാൻ എടുത്തിട്ടുണ്ട്. ആർക്കും നമ്മെ പറ്റിക്കാൻ സാധിക്കില്ല. ഓക്കെ. അയാളെ കൊല്ലാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷേ അയാൾ എന്നെക്കാളും സമർത്ഥനായിരുന്നു. അതുകൊണ്ട് അയാൾ പറഞ്ഞ തുക കൊടുത്ത് ആ എഴുത്തുകളെല്ലാം വാങ്ങേണ്ടി വന്നു. എല്ലാ എഴുത്തുകളും അയാൾ എനിക്ക് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പക്ഷേ എല്ലാ എഴുത്തുകളും അയാൾക്ക് കിട്ടിയിട്ടില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. 10,000 രൂപയുണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി. വെറുതെ സമയം കളയണ്ട. എഴുത്തുകൾ ഞാനൊന്ന് കണ്ടോട്ടെ. കണ്ടേ പറ്റൂ അല്ലേ? കാണാതെ ഇത്രയും വലിയ സംഖ്യ ഞാൻ എങ്ങനെ തരും? വിലയില്ലാത്ത എഴുത്തൊന്നും വെച്ച് ഞാൻ വില പേശുകയില്ല. എനിക്കറിയാം ഇതിനെന്ത് വിലയുണ്ടെന്ന്. ശരി, കണ്ടോളൂ. ഇപ്പൊ ബോധ്യമായോ? ഗോപി വലിയ പണക്കാരനാവാൻ കൊതിച്ചവനാ. അതിനുള്ള എളുപ്പവഴിയായിരുന്നു ഈ പണക്കാരിയായ അമ്മയും മകളും. അല്ലാതെ അവന് 2 പേരോടും സ്നേഹമില്ലായിരുന്നു. അവനെ അവർ കൊന്നു. അപ്പൊ പിന്നെ അവന് വേണ്ടി ഞാനെങ്കിലും കുറെ പണം തട്ടിയെടുക്കണമല്ലോ. നിങ്ങളുടെ ഭാര്യ എനിക്ക് 10,000 തന്നു. പക്ഷേ ഇത് ഞാൻ കൊടുത്തില്ല. ബാക്കി എഴുത്തുകൾ കൊടുത്തു. എനിക്കറിയാം ഇതിന്റെ വില. എവിടെ രൂപ? എടുക്കൂ. നിനക്കെന്നെ മനസ്സിലായിട്ടില്ല. കണ്ട പെണ്ണുങ്ങളെ വിറ്റ് ജീവിക്കുന്ന നാറി.